നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട. ബെസ്റ്റ് കമൻറ്റിനാണ്. പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബെസ്റ്റ് കമൻറ്റിൽ നിന്ന് നോക്കിയിട്ട്, വാലിഡ് ആയിട്ടുള്ള കമൻറ്റിൽ നിന്ന് നോക്കിയിട്ട് ലോട്ടിട്ടിട്ട് അതിൽ നിന്ന് ഒരാൾക്കാണ് ഒരു സാരി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ 2 ദിവസം എടുക്കുന്നത് ചുമ്മാ ഇന്നലെ ഇന്നെന്ന് പറയുന്നു. ഇന്ന് കാണിക്കുന്നുണ്ടല്ലോ, നല്ല അജ്രക്ക് പ്രിന്റുള്ള സാരിയാണ്. അതിൻ്റെ ഇടയിൽ ഓണത്തിനിടെ കൂട്ടുകച്ചവടം എന്നാണോ പറയേണ്ടത്, പുട്ടിനിടെ ഓണക്കച്ചവടം എന്നാണോ പറയേണ്ടത്, ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാരി എടുത്ത് വെച്ചിരുന്ന വേറെ. അപ്പോൾ ആ വഴിക്ക് പോയ വഴിക്ക് എനിക്ക് ഈ സാരി കണ്ടപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ബനാറസി സാരി. അയ്യോ എന്നാ രസമാണോ. എനിക്ക് ഈ സാരിയൊക്കെ ഡെയിലി ഉടുക്കുന്നില്ലാത്തത് കൊണ്ട് ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതുകൊണ്ട് എടുത്തുകൊണ്ടേനെ. നല്ല സൂപ്പറായിട്ടുള്ള ബനാറസി സാരി, പീച്ച് വിത്ത് മജന്ത കോമ്പിനേഷൻ ആട്ടോ. ഇപ്പോൾ ബനാറസി സാരി നല്ല റേറ്റ് കുറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, റേറ്റ് കൂടിയും റേറ്റ് കുറഞ്ഞും ഒക്കെ ഇരിക്കുമ്പോൾ സ്റ്റഫിലും അതിൻ്റെ വീവിങ്ങിലും അതിൻ്റെ കോമ്പിനേഷൻസിലും എല്ലാവർക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്നാലും ബനാറസി തന്നെയല്ലേ. നല്ല പീച്ചും ഡാർക്ക് മജന്തയുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ എപ്പോഴും കാണാത്തൊരു കോമ്പിനേഷനാണ്. മുന്താണി വന്നിട്ട് ഇതേൻ്റെ കണ്ടോ, പിന്നെ രസമാണോ ഈ സാരി കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബന്ധവും ഇല്ലാത്ത 2 സാരികൾ തമ്മിൽ കാണിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഇപ്പം ബനാറസിയുടെ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. 1390 രൂപ ആണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് റേറ്റ്. അത് തൊട്ടങ്ങ് മേളിലേക്ക് ഉള്ള റേറ്റിലുള്ള സാരികളുണ്ട്. അതിനും പല വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും. ഇതിൽ ഞാൻ ഇത് വരും ബ്ലൗസ് കണ്ട, ആ ഒരു മജന്തയുടെ ബ്ലൗസ് നല്ല രസമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യും. നല്ല ഭംഗിയായിട്ട് ഇട്ടത് ഞാൻ ഇടി കിട്ടുന്ന പോലെ ഒച്ച കേൾക്കുന്നുണ്ടോ എന്നറിയാമോ? പണി നടക്കാന്ന് ഞാൻ പറഞ്ഞില്ല, അതാണ്. നല്ല സഫയർ ഗ്രീൻ വിത്ത് മജന്ത, അല്ലെങ്കിൽ പിസ്ത എന്ന് പറയാൻ പറ്റത്തില്ല, പിസ്ത അല്ല, സഫയർ ഗ്രീൻ വിത്ത് മജന്ത. അതിൻ്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെ മുമ്പേ കണ്ടത് തന്നെ. ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു മജന്ത. ഇത് 2 ഉള്ളൂ ബനാറസി ഇന്ന് കാണിക്കുന്നുള്ളൂ. ഞാനിത് അറിയില്ലേ കാണിക്കാനിരുന്നല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലെ ഈ പോയ വഴിക്ക് ഇങ്ങനെ ഈ സാരിയിലോട്ട് പെട്ടെന്ന് എൻ്റെ കണ്ണുടക്കിയപ്പോൾ അത് 2 ഞാൻ ഇനി എടുത്തോണ്ട് പോകുന്നത്. ഇവിടെ കാണിക്കാനുള്ള സാരി ഇതെടുത്ത് വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോയ വഴിക്ക് അപ്പോൾ അതായത് ഇനി എടുത്ത് ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അത് ഷോപ്പിലാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ആവശ്യക്കാരാണ് ബനാറസി സാരി. ഇത് നമ്മളുടെ നിങ്ങൾക്കറിയാലോ റയോണിൽ വരുന്ന അജ്രക്ക് പ്രിന്റ് വരുന്ന എല്ലാവർക്കും ഇതെന്ന് കൊണ്ടുവന്നാലും ഡിമാൻഡാണ്. പെട്ടെന്ന് ഈ പറഞ്ഞ ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ഒരു സാധനമാണിത്. ഇതിന് വെച്ചാൽ നെയ്യപ്പം തിന്നാൽ 2 കാര്യം എന്ന് പറയുന്നത് പോലെ ഇത് സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 കാര്യം. ഇത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് ദിവസമുള്ള സാരി എടുക്കാം. സുഖമായിട്ട് ഒരു ചുരിദാർ സെറ്റ് തയ്ക്കാം. അജ്രക്കിൻ്റെ ചുരിദാർ സെറ്റ് നല്ല ട്രെൻഡി ആണല്ലോ ഏത് കാലത്തും. ഇത് വരും മുന്താണി. നല്ല ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ചുമ്മാ തയ്ച്ചാൽ മതി. സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ ആകത്തുള്ളൂ. പിന്നെ ഞാൻ സാരി വിൽക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും എനിക്കിത് ഷോൾ വിൽക്കാൻ നിൽക്കുമ്പോൾ ചുരിദാർ തയ്ക്കുന്ന കാര്യം പറയും. അതെന്നാന്നറിയോ, നമ്മളെ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. മണിക്ക് അത്രയും വാല്യൂ കൊടുക്കണം. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും വാല്യൂ കൊടുക്കണം. അല്ലാതെ വെറുതെ നമ്മൾ പാഴാക്കി കളയരുത്. അല്ലെങ്കിൽ അത് വേണ്ട ആർക്കെങ്കിലും കൊടുക്കണം. തള്ളി മറിക്കലല്ല. ഞാൻ അങ്ങനെയാണ്. എന്നോട് പറയുന്നത്, ഞാൻ ചില കാര്യം പറയുന്നത് വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ടായിരിക്കും അല്ലേ, തള്ളലാന്ന് ഒന്നുമല്ല. ഇതൊക്കെ എന്താ തള്ളലെന്ന് പറയാണ്ടിരിക്കും. ഇതൊക്കെ ഉള്ള കാര്യമല്ലേ. പിന്നെ നമുക്ക് സമയം ഉണ്ടായിരിക്കണം. പിന്നെ ഇതെല്ലാത്തിനും ഒരു ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഇത് ഡ്രൈ വാഷേ പാടുള്ളൂ, ഹാൻഡ് വാഷ് പാടില്ല. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റാ. റയോണയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ഇത് കളർ ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷേ പാടുള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കളർ കാടി മുക്കുക. കളർ കാടി മുക്കേണ്ട വിധമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഈ സാരി മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ കളർ കാർഡ് കുറച്ചേറെ കളർ കാർഡ് ഒഴിക്കുക. നമ്മൾ സ്റ്റാർച്ച് ചെയ്യാൻ ചെയ്യുന്ന പോലെ തന്നെ
എന്നിട്ട് ഈ സാരി നന്നായിട്ട് ഇച്ചിരി വട്ടമുള്ള സാരി ആയതുകൊണ്ട് വട്ടമുള്ള പാത്രത്തിലാണെങ്കിൽ അത് മുക്കിയെടുക്കുക, നല്ല എല്ലാ ഭാഗത്തും കളർ കാർഡ് പിടിക്കണം. എന്നിട്ട് അതേപടി എടുത്ത് വിരിച്ചിടുക, ഒരിക്കലും സ്പിൻ ചെയ്യരുത്, അതായത് പിഴിയരുത്, വിരിച്ചിടുക. വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഉണക്കി വെക്കുക, എന്നിട്ട് പിന്നെ കഴിയുക. അപ്പോൾ ആ കളർ ഗാർഡ് കൊണ്ട് കളർ പ്രൊട്ടക്റ്റഡ് ആയി. ഇതാണ് അതിൻ്റെ ബ്ലൗസ്, പോൾക്ക ഡോട്ട്സ് വരുന്ന ബ്ലൗസ്. നല്ല ഡാർക്ക് മെറൂണ്, നല്ല സാരി അല്ലേ. സാരി ആയിട്ടോ ചുരിദാറായിട്ടോ എന്നായിട്ട് വേണമെങ്കിലും കൊടുക്കാം. അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ള കാര്യം ഏതായാലും വലിയ റേറ്റ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. 1000 എത്ര നോക്കാം. ആഹാ 1190 രൂപ. ഞാൻ പറയുന്ന റേറ്റ് തെറ്റിപ്പോയാൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ, കാരണം എൻ്റെ കണ്ണു പിടിക്കത്തില്ല. കിടക്കുന്ന റേറ്റ്, സ്ക്രീനിൽ വരുന്ന റേറ്റ് ഏതാണോ അതാണ് കറക്റ്റ് റേറ്റ്. 1190 എന്നാ ഞാൻ ഇത്ത കാണുന്ന സമ്മതിക്കത്തില്ല. കണ്ടോ നല്ല മസ്റ്റാർഡ് യെല്ലോ. ഇതിൻ്റെ ഈ ഒച്ച മാറ്റാനുള്ള സംഭവമൊക്കെ ഉണ്ട്. മസ്റ്റാർഡ് യെല്ലോ വേറൊരു കളറ്. പ്രിന്റ് സെയിം ആണെന്ന് തോന്നുന്നു, എല്ലാത്തിൻ്റെയും പ്രിന്റ് ഏകദേശം സെയിം ആണ്. ഇത് വരുമ്പോൾ ഇങ്ങനെ വരും, നല്ല പ്രസരിപ്പുള്ള നല്ലൊരു കളറ്, ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കും. ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഉടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് നേവി ബ്ലൂ. 1190 രൂപയ്ക്ക് 2 സാധനങ്ങൾ തയ്ക്കാൻ പറ്റുന്ന ഒരു സാരി എടുക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് വർത്താട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, ഞാൻ വളരെ ചുമ്മാ കളിച്ച് തമാശയ്ക്ക്. 1190 അല്ലേ, അതിന് പലതിനും പല റേറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ശരിക്കും പറയുക. പിന്നെ ഒറ്റ ഒരു കുഴപ്പമുള്ളൂ, ഇത് കളർ ബ്ലീഡിങ് ഉണ്ടായേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കണം. കാരണം ഇതിൻ്റെ കളറുണ്ട്, ഡീപ്പ് കളർ ഡൈയിങ് ആണ്, ഡീപ്പായിട്ടുള്ള ഡൈയിങ് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ പാളി ഇളകാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഡ്രൈ വാഷ് ചെയ്യാവുള്ളൂ. ഒന്നും പെട്ടെന്നൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ നല്ല കളർ കാടി മുക്കുക, അല്ലെ അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം ഷാംപൂ വാഷ് എങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷാംപൂ വാഷ് എങ്ങനെ ചെയ്യാം, അല്ലാതെ ചെയ്യരുത് കേട്ടോ. അല്ല ചെയ്ത് കമ്പനിക്ക് ഉത്തരവാദിത്തം. നല്ല നേവി ബ്ലൂ കളർ. ഇത് വരും ബ്ലൗസ്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്നാണെന്നറിയോ, ഡിറ്റർജൻറ്റിനകത്തൊക്കെ മുക്കിയെന്ന് വെച്ചിട്ട് പോകും. അങ്ങനെയൊന്നും പോയേക്കല്ലേ, അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുത്. അങ്ങനെയൊന്നും കാണിക്കത്തില്ല, എന്നാലും ചിലരത് ചെയ്യും. നമ്മളിപ്പോൾ എന്നറിയാം, 2 മിനിറ്റ് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോകുമോ. എനിക്കൊക്കെ സ്ഥിരം സംഭവിക്കുന്ന കാര്യം. എന്ത് കാര്യം നമ്മൾ അന്നേരം അടുത്ത് നിന്നത് ചെയ്താലേ ശരിയാത്തുള്ളൂ. ആ വഴിക്ക് നമ്മളങ്ങ് മറന്നു പോകും, അതവിടെ ഇരിക്കും, പോകും. എന്നിട്ട് എന്നെ എടുക്കും, സാധനം മോശമാ അങ്ങനെയാ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നും യൂസ് ചെയ്യേണ്ട വിധമുണ്ട്, അതിനെ അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. നമ്മളിത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ രീതിക്കാണ് ചെയ്യുന്നത്, അല്ലാതെ ആരുടെയും കുറ്റമല്ല, കടക്കാരുടെ കുറ്റമോ അല്ലെങ്കിൽ ഇത് നിർമ്മിച്ച ആൾക്കാരുടെ കുറ്റമോ അല്ല. അവർ ആ രീതിക്ക് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിക്ക് യൂസ് ചെയ്യണം, അത് എന്ത് സാധനമാണെങ്കിലും. അല്ലെങ്കിൽ അത് പോവും, അപ്പോൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇങ്ങനെ, ഇതിപ്പോൾ മുമ്പേ കാണിച്ചതിൻ്റെ വേറൊരു പ്രിൻ്റോ വ്യത്യാസം വെറും തന്നെയാണ്. സ്ക്രീനിൽ നമ്പറുണ്ട്, ആ നമ്പർ കൂട്ടി വേണം നിങ്ങൾ എന്നെടുക്കാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ. നേവി ബ്ലൂ ഇപ്പം 2-3 കാണിച്ചേ. ഇത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പ്രിന്റിൽ സൂക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. മുമ്പേ കാണിച്ച നേവി ബ്ലൂവിന് ബ്ലൂ ആണ് എടുത്ത് നിൽക്കുന്നത്, ഇതിനകത്ത് ക്രീം ഈ ഒരു കളർ എടുത്ത് നിൽക്കുന്നത്. പ്രിന്റ് ഏകദേശം സെയിമാണ്, വ്യത്യാസമുണ്ട്. അത് നമ്പർ നോക്കണം, നമ്പർ നോക്കിയിട്ട് നമ്പർ കൂട്ടി വേണം തയ്ക്കാനായിട്ട്. ബ്ലൗസ് വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഉറപ്പായിട്ടും ഇത് തയ്ച്ചിട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ഉറപ്പായിട്ടും ലൈനിങ് ഒന്നും ഇടാതെ ചുരിദാർ തയ്ക്കണം കേട്ടോ. ഇത് തന്നെ വെച്ച് ഷോളും തയ്ക്കാം, ഇത് തന്നെ വെച്ച് ഇതും തയ്ക്കാം. ബോട്ടം നേവി ബ്ലൂവോ ഇതുള്ള കളറിലുള്ള ഒരു ബോട്ടോ, അത് ഇതിൻ്റെ തന്നെ ബോട്ടം ഇട്ടാലും ഒരു വെറൈറ്റിയാണ്. ഇത് വേറൊരു പ്രിന്റ്, നേവി ബ്ലൂവിൻ്റെ തന്നെ വ്യത്യാസമുള്ള പ്രിന്റ്. എന്താണ് എന്നിട്ട് ഇങ്ങനെ വില വ്യത്യസ്തത ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എല്ലാത്തിനും ഒരേ വിലയാണോ എന്ന് എനിക്ക് അത്ര നിശ്ചയം പോരാ. സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത് പറഞ്ഞത് ഈ സാരിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇത്
ഒന്നെങ്കിൽ ഷാമ്പു വാഷ് ചെയ്യുക, അല്ലെങ്കിൽ കളർ കാർഡിൽ മുക്കിയിട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡ്രൈ വാഷിന് കൊടുക്കുക. ഉടനെ ഒന്നും വാഷ് ചെയ്യണ്ട. എവിടെയെങ്കിലും പോയി ഉടുത്തിട്ട് വന്നിട്ട് അത് തണലത്തിട്ടൊന്ന് ഉണക്കി ഇട്ടെടുത്ത് മടക്കി അയൺ ചെയ്തൊന്ന് വെച്ചാൽ മതി. അയൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, സ്പ്രേ അടിക്കുമ്പോഴും സ്പ്രേ ഒന്നും ഡയറക്റ്റ് കയറിയ തുണിയിലോട്ട് അടിക്കരുത്. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ, ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എൻ്റെ ഇപ്പം ഈ ഇട്ടേക്കുന്നത് ഇതിലോട്ടൊക്കെ ഡയറക്റ്റ് സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ എത്രയും വെളുത്തിരിക്കും. അത് വില കൂടുന്തോറും അങ്ങനെയാണ്. ഇതിന് പക്ഷെ വില കൂടുതലെന്നല്ല, ഇത് വലിയ വിലയൊന്നുമില്ല, പക്ഷെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. അപ്പം ഗീവയുടെ കാര്യം മറക്കണ്ട, നല്ല കമൻറ്റുകൾ ഇടുക. വാലിഡ് ആയിട്ടുള്ള നല്ല കമൻറ്റിന് ലൂട്ടിട്ട് ഒരു സമ്മാനം, ഒരു സന്തോഷം. താങ്ക് യു.